സുമേഷേട്ടനാ വാ വാ എന്താണോ വാ കേറി എന്താ ഈ വഴിക്കൊക്കെ വെറുതെ ഇങ്ങനെ നിന്നെ കാണാൻ വേണ്ടിയല്ലേ വന്നത്. ഇന്ന് അസുഖമൊക്കെ എങ്ങനെ ഉണ്ട്? ശ്വാസം മുട്ട അങ്ങോട്ട് മാറുന്നില്ല. ഈ തണുപ്പ് കാലം ആയി കഴിഞ്ഞാലേ നല്ല വലുവാ. പിന്നെ ഗുളിക ഒരു ദിവസം മുടങ്ങിയ ശ്വാസം മുട്ട ഇളകും. ഓഹോ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം അത്യാവശ്യമായിട്ട് ഒരു 300 രൂപ ആവശ്യമുണ്ട്. കാശൊക്കെ ഉണ്ട്, പക്ഷെ തരാൻ പറ്റില്ല. ഇടോ എന്താണ് ഇടോ? ഞാൻ വൈകുന്നേരം കൊണ്ട് തരാം കാശ്. അല്ല അതല്ല, കാശ് ബാങ്കിലാണേ, കയ്യിലേ നോട്ടായിട്ടൊന്നുമില്ല. മോൻ സൗത്ത് ആഫ്രിക്കന്ന് വന്നതിന്റെ ശേഷേ. ആര് ചവിട്ടിയെന്ന്? സൗത്ത് അല്ല, സൗത്ത് ആഫ്രിക്കന്ന് മന്മഥൻ വന്നിട്ടുണ്ട്. അപ്പം വന്നതിന്റെ ശേഷേ കറണ്ട് ബില്ല് അടയ്ക്കലും വാട്ടർ ബില്ല് അടയ്ക്കലും പിന്നെ എന്ത് ബുക്ക് ചെയ്യലും ഒക്കെ ഫോണിൽ കൂടെ. അപ്പൊ സാധനങ്ങൾ ഇങ്ങോട്ട് വരും. പാവം വന്നതിന്റെ ശേഷം കാശ് കയ്യിൽ കണ്ടിട്ടില്ല. ഇനിയിപ്പൊ അവരുടെ അടുത്ത് എങ്ങാനും ഉണ്ടോന്ന് അറിയാൻ പറ്റില്ല. മണ്ടോതിരി അവളുടെ കമ്മല് പൊട്ടിയിട്ടേ അത് വിളക്കാൻ വേണ്ടിയിട്ട് മന്മേന്റെ കൂടെ ജ്വല്ലറി പോയിരിക്ക. ഒന്നല്ലോ സുമേഷേട്ടന് ഭാഗ്യമുണ്ടോ നോക്കട്ടെ, അവരുടെ അടുത്തുണ്ടോ ചോദിക്കട്ടെ കേട്ടാ. എല്ലാത്തിനും വെപ്രാളാണ്. നടുവേന എടുക്കുന്നില്ല. ഇവിടുത്തെ ഗവൺമെന്റിനോട് പറയും റോഡൊക്കെ നന്നാക്കാനായി. സുമേഷ് ഏട്ടാ, സമൂസാങ്കിൾ. സമൂസങ്ങളല്ലടാ, സുമേഷ് അങ്കിള്. അവന് ചെറുതിലെ സമൂസ കൊണ്ട് കൊടുക്കണല്ലേ. സുഖല്ലേ? അങ്ങനെയൊക്കെ പോണ്. എന്തേലും ഒരു 300 ഉറുപ്പ്യ ഉണ്ടെങ്കിലേ. പപ്പ നീങ്ങ പപ്പ. എന്താ നമ്മ പപ്പല്ലേ? അതെ, സുമേഷേട്ടന് ഒരു 300 ഉറുപ്പ്യ വേണത്രേ. തരാലോ, അതിന് പ്രോബ്ലം ഇല്ല. മേടിച്ചോ. സമൂസങ്ങൾ ഏത് പേ യൂസ് ചെയ്യണം? ഓൺലൈനിൽ ഡി പേ ആണോ സി പേ ആണോ ഏതാണ്? അല്ല, എൻ്റെ കയ്യിൽ പേനയില്ല. അതല്ല, ഓൺലൈൻ നെറ്റ് ബാങ്കിങ് ഉണ്ടോ സമൂസങ്കലിന്? ഒരൊറ്റ ഐഡിയ തരും. മൂപ്പരല്ലേ നെറ്റ് ഒന്നും ഇല്ല, ഇത് വെറുതെ വിളിക്കാൻ വേണ്ടിട്ട് മാത്രം ഒരു ഫോണാ. പിന്നെ എങ്ങനെ പപ്പ ഞാൻ ക്യാഷ് കൊടുക്കും? ഞാൻ ഓൺലൈനല്ലേ ചെയ്യുന്നത്, ഞാൻ ക്യാഷ് കൊണ്ട് നടക്കാറില്ലല്ലോ. ഇതാണ് ഞാൻ നിന്നോട് പറയണത്, എല്ലാം ഇതിൽ പറ്റില്ല, കുറച്ച് കാശായിട്ട് കയ്യിൽ വെക്കണമെന്ന്. എന്തിനിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല, ഇപ്പൊ ആവശ്യം വന്നില്ലേ? ഇപ്പൊ എടുക്കാൻ കാശുണ്ടോ? വഴക്കൂട്ടല്ലേ, ചെയ്യണ്ട, മെല്ലെ പറയൂ. ഇതിപ്പോ ഞാൻ സൗത്ത് ആഫ്രിക്ക ഇരുന്ന കേക്കാം. ഇങ്ങനെ പാടം വെച്ചാ ഏത് കടകെട്ടവനാണ് ഒരു ആദ്യം കൂളിംഗ് ഗ്ലാസും വെച്ച് മണിക്കൂർ ഒന്നായാലിരിക്കണം. ചോട്ടോ, ആ ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ട് കസ്റ്റമേഴ്സ് വരാൻ നേരമായില്ലേ? സമൂസങ്ങളെ എൻ്റെ ഫ്രണ്ട് വിളിക്കണേ. എക്സ്ക്യൂസ് മീ ഉണ്ണി, പറയടേ സക്ര. നല്ലൊരു ചെക്കനായിരുന്നു. ആ ബാംഗ്ലൂർ ജോലി ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കാശ് കുറച്ച് കൂടുതൽ കിട്ടുന്ന അറിഞ്ഞപ്പോ സൗത്ത് ആഫ്രിക്കയിലേക്ക് കെട്ടിയെടുത്താ. കണ്ടാ, ഇത് ഇന്ന് വൈകുന്നേരം തന്നെ തരാ കേട്ടാ. അത് ഉള്ളപ്പോ തന്നാ മതി. കാര്യം നടക്കട്ടെ. സമോസങ്ങൾ ഓക്കെ ഓക്കെ. എടാ ഉണ്ണി, ഞാൻ സമോസ കഴിക്കാനല്ല പറഞ്ഞു. ഇവിടെ നമ്മളൊരു അങ്കിൾ വന്നു, സുമേഷ് അങ്കിൾ. ഞാൻ എന്തോ ആക്കണ്ട അന്നേരം? നീ വരുന്ന ഓർത്തല്ലേ ഞാൻ ഇടുന്ന്. ഞാൻ ഒരു ചായ കുടിക്കാൻ എടുത്ത തൽക്കാലം. നീ എൻജോയ് ചെയ്, ക്യാരി ഓൺ. ഞാൻ ആഘോഷിക്കണം. എന്തും കഴിക്കാൻ പോവാ? അതെയാ? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ല വിശപ്പുണ്ടാ. ഇത് വേഗം വരണടാ. ഞാൻ എത്താം. ഓക്കെ ഓക്കെ. കണ്ട, നിന്റെ കാശുള്ളതുകൊണ്ട് ഇപ്പൊ അയാളുടെ കാര്യം നടക്കും. എന്താ പപ്പ ഇത്? അത് കഴിഞ്ഞ് ലീവ് ഇറ്റ്. എന്താ ഇങ്ങനെ സംസാരിക്കുക? അതിനെ പറഞ്ഞ അത് പറഞ്ഞു ഇത് പറഞ്ഞു. ശ്വാസം മുട്ടൽ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ആ ഗുളിക അവിടെ? മെഡിസിൻ നാളേക്ക് വരും, അല്ലെങ്കിൽ ഇന്നേക്ക് അല്ലെങ്കിൽ നാളേക്ക് വരും. എന്റെ മണ്ടോ, ഇന്നലെ ഗുളിക കഴിക്കാത്തോണ്ടാണ് എനിക്ക് ഈ ശ്വാസം വിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇത് കഴിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാവും അറിയില്ലേ? വിളിച്ചു നോക്ക് നീ ഒന്ന്. അല്ല, അങ്ങനെ വിളിക്കണ്ട. അവര് ഷിപ്പിങ്ങിൽ ചെറിയ ഡിലേ ഉണ്ട്. അപ്പൊ അത് മിക്കവാറും ഇന്ന് തന്നെ വരും. എടാ, ഇന്ന് വന്നില്ലെങ്കിൽ നാളെ വന്നാൽ ഞാൻ തട്ടിപ്പോയില്ല. എനിക്ക് ശ്വാസം കിട്ടണ്ടേ? വേളെ വെക്കണ്ട, ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചു തരാം. എന്താണ് കഴിക്കാൻ വേണ്ടത്? എന്താണ് കഴിക്കാനുള്ളത്? കഴിക്കാൻ ഇവിടെ ബിരിയാണി, നെയ്ച്ചോറ്, പുട്ട്, പൊറോട്ട, അപ്പം, വെള്ളയപ്പം, വട്ടയപ്പം, ഷവർമ, അൽഫാം,
ചിക്കൻ മന്തി എല്ലാം ഉണ്ട്. ഐറ്റം പോരാ, ഏ? ഐറ്റംസ് തീരെ കുറവല്ലോ. അല്ല ഇനി പുതിയത് ഇറങ്ങിയിട്ട് വേണം, ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട്. ഇറ്റാലിയൻ പാസ്ത, ഏ? ഇറ്റാലിയൻ പാസ്ത, അതില്ല. അമേരിക്കൻ പാസ്ത, യൂറോപ്പ് സ്റ്റൈൽ. അതൊക്കെ കഴിഞ്ഞല്ല, യൂറോ കപ്പ് കഴിഞ്ഞല്ല, അപ്പൊ അവരൊക്കെ പോയി. നമുക്കിപ്പോ എന്താ വേണ്ടത്? നമ്മുടെ നാട്ടിലൊന്നും നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടൂല. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, പൊറോട്ട ഒരു 6 പൊറോട്ട എടുക്കും. 6 പൊറോട്ട, പിന്നെ ചിക്കൻ ചിക്കൻ ഫ്രൈ, പെപ്പർ ചിക്കൻ, ചിക്കൻ കറി എടുത്തോ, ചിക്കൻ കറി, ബീഫും ഈ 2 എണ്ണം. ഒരെണ്ണം പാർസലും ഒരെണ്ണം കഴിക്കാനും. എന്നോട് എനക്കിടി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിക്കാൻ എപ്പോ കൊണ്ടുവരാം? ഒരു 6 പൊറോട്ട തന്നെ. 6 പൊറോട്ട, 6. വേഗം തരണം. വേഗം തരാം, വേഗം തരാം. എന്തെന്നാ ഇപ്പൊ ഇതിനൊക്കെ പറഞ്ഞത്? ഒന്നാന്തരം ഒരു മരുന്നിന്റെ പീടി ഉണ്ടാക്കിയിട്ടിട്ട് ഓൻ ഗൾഫിൽ പോയി കിടക്കുക. നോക്കാൻ ഒരു തന്നെ ഇരുത്തിണ്ട്. അവ ഇവിടെ നേരത്തിന് കാലത്തിനുണ്ടോ? എപ്പോ പോയാ പോക്ക. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെന്നാ പിറ്റേടത്തൊക്കെ പറയണത്? അന്നീ കണ്ട സാധനങ്ങൾ ആൾക്കാർ ചോദിച്ചു വരുമ്പോ എവിടുന്ന് എടുത്ത് കൊടുക്കാൻ ആരെ കൊണ്ട് പറ്റണേ? അല്ല മല്ലി മുളകാച്ചാ നമുക്ക് എടുത്തു കൊടുക്കായിരുന്നു. ഇതുണ്ട് ആൾക്കാർക്ക് പറ്റണേ? നിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ എന്നെ ഒറ്റക്ക് ഇരിക്കുമ്പോ പേടിയാ വരുന്നത്. വരുന്നുണ്ട്. നോക്കണ്ട. വിവരൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ ഇവിടെ മെഡിക്കൽ ഷോപ്പിലുള്ള. എന്നാ ഞാൻ ശരി എന്നാലേ. അതെ അല്ലില്ല, അത് വൈകുന്നേരം കൂടെ നോക്കി. വിളിക്കാം. ശരി ശരി. അതെ ഇജ്ജ് എപ്പോ പോയതാ പെടുന്നത്? എന്തേ? അല്ല ഇജ്ജൊരു ചായ കുടിക്കാനാന്നും പറഞ്ഞൊരു പോക്കങ്ങള് പോയിട്ട് പിന്നെ ഇത്ര നേരമായിട്ട് ഇജ്ജ് ഇവിടെ ഉണ്ടോ? ഒരു മനുഷ്യമായാലൂക്ക് ഞാനല്ലാണ്ട് ഇവിടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ? 2 ആൾക്കാർ മരുന്ന് കഴിക്കാൻ വന്നിട്ട് അവര് മടങ്ങി പോയ ആളില്ലാണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൊണ്ട് എടുത്തു തന്നെയോ? ഉണ്ടോ തറയണേ? പിന്നെ എന്തിനാ കോയ്ക്കാൻ നിങ്ങൾ ഇവിടെ വന്ന് കുത്തിരിക്കണെന്ന് ചോദിക്കണേ? ഞാൻ തിരിക്കണോ? എന്റെ മോന്റെ പീടിയല്ലേ? മോന്റെ പീടിയ. മജീദിനെ ഒരൊറ്റ ആളെ വിചാരിച്ചില്ല ഞാൻ ഇവിടെ അങ്ങനെ നിന്ന് പോകണം കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞുതരാം. വല്ലാണ്ട് പെരുപ്പിച്ചാണ്ടല്ലോ ഞാൻ തിട്ടേച്ചോണ്ട് പോ. എന്റെ പേരിലെ ലൈസൻസ് ഷോപ്പുകൾ പൂട്ടേണ്ടി വരും. അപ്പൊ എന്ത് കുട്ടിയപ്പ അന്ന ഞാൻ പറഞ്ഞ ചായ കുടിക്കാൻ പോയിട്ടൊന്ന് നേരത്തെ കാലത്തിന് ഇങ്ങോട്ട് വന്നൂടെ എന്നല്ലേ അപ്പൊ എന്നോട് ചോദിച്ചോളൂ. അല്ല ചോദിക്കണേനൊക്കെ ഒരു സ്റ്റൈലുണ്ട്. അന്നജ്ജ് ഈ ചായയും ചോറൊക്കെ തിന്നിട്ട് വന്നാൽ മതി. എന്നാ പിന്നെ ഉച്ചക്ക് പോകണ്ടല്ലോ. ഇല്ല ഇപ്പൊ എന്താ പറയുന്നത് എന്നോട്? ഞാൻ പറ്റുന്ന വെറുപ്പിക്കാൻ കൊടുക്കും. പെരേ കുത്തിരുന്ന പോലെ വയസ്സായ ആളല്ലേ നിങ്ങള്? അവിടെ കുത്തിരിക്കാ പെണ്ണുങ്ങൾ സമ്മതിക്കണ്ടായി അങ്ങായി. സമ്മതിക്കൂല, ആരും സമ്മതിക്കൂല. നിങ്ങളെ സ്വഭാവം അത്ര നല്ലതാ. അല്ല ഇപ്പൊ ഇവിടെ വന്ന ഇജ്ജും സമ്മതിക്കൂല. ഇജ്ജ് ഒരു കാര്യം ചെയ്ത ബോധം കടത്തണം മരുന്നുണ്ടാവില്ല ഇവിടെ. അത് തന്നിട്ട് ഞാൻ ഇവിടെ വരുമ്പോ എന്നെ ബോധം കടത്തി ഇവിടെ കടത്തിക്കോ. എന്നാ എനിക്ക് ഇഷ്ടമുള്ളടത്തൊക്കെ ഇറങ്ങി പോവാ. എന്റെ ഇഷ്ടംമാതിരി ചെയ്യാം. കച്ചവടം എന്റെ ഇഷ്ടത്തിന് ചെയ്തോ. നിങ്ങൾ മിണ്ടാണ്ട് ഒരു ഭാഗത്ത് ഇരുന്നാ മതി. കച്ചവടമൊക്കെ ഞാൻ ചെയ്തോളാം. അല്ല ഇപ്പൊ മിണ്ടാൻ പറ്റിയ ഗാനങ്ങളാ ഇപ്പൊ ഇവിടെ ഉള്ളത്.